നല്ല അടിപൊളി ഒരു ബാറൊക്കെയാണ് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. ഹലോ നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് എയറോ സിറ്റിയിലാണ്. എയറോ സിറ്റിയിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുബൈയിലേക്ക് എത്തിയ ഒരു ഫീലാണ്. ഡൽഹിയിൽ വന്നിട്ട് അത്യാവശ്യം നല്ല ഒരു സ്ഥലം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നല്ല ഫുഡൊക്കെ അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് കഴിക്കാം നമുക്ക്. അതിനു മുമ്പ് ടാക്സിയിൽ മഹിപാൽപൂരിൽ നിന്ന് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണിത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹിപാൽപൂരിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എയർപോർട്ടിനകത്തുള്ള ഈ ഒരു എയറോ സിറ്റിയിലേക്ക് എത്തിച്ചേരാം. എയറോ സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയുടെ പുതിയ മുഖം എന്ന് തന്നെ പറയാൻ കഴിയും. ഈ കാണുന്ന തരത്തിലുള്ള മോഡേൺ ബിൽഡിംഗ് എല്ലാമാണ് ഇവിടെ ചുറ്റും കാണാൻ കഴിയുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കി പറയാൻ കഴിഞ്ഞാൽ ഏകദേശം 11ഓളം ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽസ് എല്ലാം ഈ ഏരിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4000ഓളം ലക്ഷറി റൂംസ് ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ എയർപോർട്ടിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനിയുടെ ഓഫീസെല്ലാം ഇവിടെ പല ബിൽഡിങ്ങിലായിട്ടുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊരു ലക്ഷറി ഹാങ് ഔട്ട് പ്ലേസ് എന്ന് തന്നെയാണ് ഇതിൽ ഗൂഗിളിൽ കാണിക്കുന്നത്. എയറോ സിറ്റിയിലെ വേൾഡ് ഫുഡ് കാർണിവൽ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ വൈബൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ 2 സൈഡിലും നിറയെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടെ ഒരു ഡാബ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. ഡാബയിൽ ഫുഡ് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. നമുക്ക് ഡാബ വേണമെങ്കിൽ ഒന്ന് പരിഗണിക്കാവുന്ന ഒരു സ്ഥലമാണ്. ബനാറസി പാൻ കിട്ടുന്ന ഒരു ഷോപ്പാണിത്. ഫോറിൻ ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ ഇങ്ങനെ അവർക്ക് പറ്റിയ റെസ്റ്റോറൻറ്റ്സ് എല്ലാം കണ്ടുപിടിക്കാനായി ചുറ്റി നടപ്പുണ്ട്. കീലിൻ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ് ഈസ്റ്റ് ഏഷ്യൻ ടൈപ്പിൽ പെടുന്ന റെസ്റ്റോറൻ്റാണ്. ജാപ്പനീസ് സൂഷി അതുപോലെ ചൈനീസ് ഡിഷസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ കാണുന്ന തരത്തിലുള്ള നിരവധി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇറ്റാലിയൻ ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, മിക്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. വലിയ ഓപ്ഷൻസ് ആണ്. നമുക്ക് ഏത് വേണോ നമുക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള ഒരു രീതിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. റെസ്റ്റോറൻറ്റുകളെല്ലാം പ്രവർത്തിക്കുന്ന പ്രധാന ബിൽഡിങ്ങെല്ലാം പിന്നിട്ട് നമ്മൾ പിന്നെ എത്തിയത് ഈ കാണുന്ന വലിയ ഒരു പാർക്കിലേക്കാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഫുഡ് കാർണിവൽ ഇവിടെ നടന്നിരുന്നല്ലോ, വേൾഡ് ഫുഡ് കാർണിവൽ, അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രോഗ്രാംസും എല്ലാം കണ്ടക്ട് ചെയ്തത് ഈ ഒരു ഏരിയയിലെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഇതുവഴി നടക്കാനായിട്ട്. ഇരിക്കാനുള്ള കുറേ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു ഫെസ്റ്റിവൽ സിറ്റിയിൽ വന്ന മൂഡാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. മരങ്ങളൊക്കെ നല്ല അലങ്കരിച്ച് സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ്. ആ ഒരു സംഭവം കണ്ടോ? ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു സംഭവം. ഇവിടെ ഈ പാർക്കിൽ ഈ ലൈറ്റുകൾക്കിടയിലൂടെ ഈ ഒരു രാത്രിയിൽ ഇങ്ങനെ നടക്കുന്ന പ്രത്യേക ഒരു രസം തന്നെയാണ്. വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, നല്ല രസമാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ചെറിയ മ്യൂസിക്കെല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തേക്ക് നടക്കും. വല്ലാത്ത ഒരു ഫീൽ തന്നെയായിരുന്നു. കുറേ നേരം അവിടെ നടന്നു കഴിഞ്ഞ് നമ്മളിങ്ങനെ കറങ്ങി വരുമ്പോൾ താഴേക്ക് ഒരു സ്ഥലമുണ്ട്. അവിടെയും കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ലൈറ്റൊക്കെ ചെയ്തൊരു ഏരിയയാണ്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൂടെ കണ്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്.
എയറോ സിറ്റിയിൽ ഒരുപാട് സോൺ ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ദ സ്ക്വയർ അറ്റ് എയറോ സിറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പുറകിൽ അങ്ങ് ദൂരെ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ എയറോ സിറ്റിയിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴത്തേക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം കണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണ് ഈ ധാബ. ധാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബി സ്റ്റൈൽ ഫുഡാണല്ലോ. ധാബ ഫുഡ് സ്പെഷ്യൽ ആണെന്ന് ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഈ റെസ്റ്റോറൻറ്റിലത്. അപ്പോൾ നമുക്ക് ഇന്ന് ധാബയിലെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാം. നല്ല അടിപൊളി ഒരു ബാറൊക്കെയാണ് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. ഇതൊരു പഞ്ചാബി ഡാബ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ മെനുവിൽ കൂടുതലും പഞ്ചാബി ഐറ്റംസ് ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. പലതും നമുക്ക് എന്താണെന്നുള്ളത് ഈ പഞ്ചാബിയിലുള്ള പേരുകൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലൊക്കെയാണ്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓർഡർ ചെയ്തായിട്ടൊക്കെ ഇനി പെല്ല വരത്തേ ഉള്ളൂ. 20 മിനിറ്റ്സ് അവർ പറഞ്ഞത്. പക്ഷേ അതോടൊപ്പം തന്നെ അവർ നേരെ കൊണ്ടുവച്ചത് നമ്മുടെ ഈ ക്രിസ്പും അതുപോലെ തന്നെ നമ്മുടെ കൊറിയാണ്ടർ ചട്നിയും അതുപോലെ തന്നെ ഒണിയൻ സലാഡ് കൊണ്ടുവച്ചത്. ഇതാണ് ഡാബയിലെ ചിക്കൻ ടിക്ക. ഈ പഞ്ചാബി സ്റ്റൈലിൽ ചിക്കൻ ടിക്ക ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്തത്. ഇതിൻ്റെ കൂട്ടത്തിൽ സവാളയും അതുപോലെ തന്നെ മുളകുപൊടിയെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു സലാഡ് കൂടി സൈഡിൽ അവർ സെർവ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ കണ്ടിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ടിക്ക ആയിട്ടാണ് തോന്നുന്നത്. സൈഡെല്ലാം നല്ല ചാർക്കോൾ ടൈപ്പൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ രുചിയാണ് അറിയേണ്ടത്. നല്ല ജ്യൂസി ആയിട്ട് വെച്ചേക്കാൻ അടിപൊളി കാര്യം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ധാബ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ ധാബയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. എന്തായാലും ടിക്ക അടിപൊളിയായിട്ടുണ്ട്. ഇനി ബാക്കി വരാനുള്ള എങ്ങനെയാണെന്നുള്ളത് അത് വരുമ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഡാബ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത സ്പെഷ്യൽ പഞ്ചാബി ഡിഷായ ഹാണ്ടി ചിക്കൻ എത്തിയിട്ടുണ്ട്. ഹാണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കളിമണ്ണ് കൊണ്ടോ കോപ്പർ കൊണ്ടോ ഉണ്ടാക്കിയ നമ്മുടെ ചട്ടി ഉണ്ടല്ലോ, അതിനെയാണ് ഈ ഹാണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിലുണ്ടാക്കിയെടുക്കുന്ന ചിക്കനാണ്. കൂട്ടത്തിൽ തണ്ടൂർ റൊട്ടിയും ബട്ടർ നാനും ഒക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ ഹാണ്ടി ചിക്കനാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത്. മീഡിയം 4 പീസുകളാണ് നമ്മുടെ ഹാണ്ടി ചിക്കനിൽ വരുന്നത്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കേട്ടോ. ഞാൻ ആദ്യം ഗ്രേവി ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചു നോക്കട്ടെ. കൊള്ളാം. നല്ല സ്പൈസ് ഒന്നുമല്ല, ചെറിയ സ്വീറ്റ് ഫീലിംഗ് ഒക്കെ ഉണ്ട്. ഈ ഹാണ്ടി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരുടെ ഒരു ട്രഡീഷണൽ ഡിഷാണ്. ഞാൻ മുമ്പ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് മുമ്പ് കഴിച്ച എക്സ്പീരിയൻസ് വെച്ചൊന്നും പ്രത്യേകം പറയില്ല. സംഭവം എന്തായാലും ഈ ഹാണ്ടി ചിക്കൻ്റെ ഗ്രേവി എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇനി ആ ചിക്കനും കൂടെ ഒന്ന് കഴിച്ചു വെക്കണം. ഒരു ലെഗ് പീസ് ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഹാണ്ടി ചിക്കനിലെ ലെഗ് പീസ്. എനിക്ക് തോന്നുന്നു ഹാണ്ടി ചിക്കൻ കുറച്ച് കൂടുതൽ ടൈം കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആണ്. ആ ഗ്രേവിയും ചിക്കനും കൂടെ കഴിയുമ്പോൾ പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ് കേട്ടോ. അതിനാ ടേസ്റ്റ്. അടിപൊളി. ഒരു ലെഗ് പീസ് കഴിഞ്ഞ് നമ്മൾ അടുത്ത പീസിലോട്ട് ചാടിയിട്ടുണ്ട്. ഭയങ്കര ചൂട് കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. തന്തൂരി റൊട്ടിയും ഗ്രേവിയും ചിക്കനും എല്ലാം കൂടെ ഉണ്ടല്ലേ, പറയണ്ട. കണ്ട നമുക്ക് മാംഗോ ബൈറ്റ്സ് ഒക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ. അവസാനം നമുക്ക് ബില്ല് എല്ലാം കൂടെ നമുക്ക് എത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് എയറോ സിറ്റിയുടെ കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ ഡാബ റെസ്റ്റോറൻറ്റ് ഇവിടെയുള്ള കുറച്ച് റെസ്റ്റോറൻറ്റ്സിൻ്റെയൊക്കെ കുറച്ച് വ്യൂസൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമായി ഉറപ്പായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. ഷാബിൻ ചില്ലക്കടൻ സൈനിങ് ഓഫ്.